ചില ബന്ധങ്ങൾ കാർമിക്കാണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? കാർമിക്കിൽ നമുക്കിപ്പോൾ ഹസ്ബൻഡ് വൈഫ് റിലേഷൻ ഉണ്ടാകാം, അച്ഛനമ്മമാർ വരാം, പിന്നെ ഫ്രണ്ട്സ് തമ്മിൽ കാർമിക റിലേഷൻ വരാം, കൊളീഗ്സ് തമ്മിൽ വരാം, നെയ്ബേഴ്സ് തമ്മിൽ, അങ്ങനെ ആര് വേണമെങ്കിലും ഒരു കാർമിക് കണക്ഷൻസ് ആയിട്ട് വരാൻ പറ്റും. ഇത് കാർമിക്കാണോ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ഈ കാർമിക് ബന്ധങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഭയങ്കര ഇമോഷണൽ ബോണ്ടായിരിക്കും അവർക്ക്, പിരിയാൻ പറ്റാത്ത. ഇനി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് എത്ര പെയിൻ കിട്ടിയാലും എത്ര അടി കിട്ടിയാലും ചവിട്ടി പുറത്താക്കിയാലും പോയില്ല. ഭയങ്കര മാനസികമായ അടുപ്പമായിരിക്കും. ഒരു റോളർ കോസ്റ്റ് ലവ് ആണിത്. അതായത് ഭയങ്കര പീക്ക് ലവിലോട്ട് പോയിട്ട് ഒരു ഭയങ്കര പെയിൻ കൊടുക്കും. വീണ്ടും അവരൊരു ഭയങ്കര ലവിലോട്ട് പോയിട്ട് വീണ്ടും, അത് ഫ്രണ്ട്സ് ആണെങ്കിലും അതെ, റിലേഷൻഷിപ്പിലാണെങ്കിലും അതെ, അച്ഛനമ്മമാരാണെങ്കിലും അതെ, എന്ത് തന്നെ ആണെങ്കിലും വിട്ടുപോകാൻ പറ്റാത്ത രീതിയിൽ പെയിനായിരിക്കും കൊടുക്കുന്നത്. എന്നാൽ ലവും കാണും അതിൻ്റെ കൂടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നാർസിസ്റ്റിക് സ്റ്റൈലാണിത് ശരിക്കും പറഞ്ഞാൽ. അതിഭയങ്കരമായ ഇമോഷണൽ ഒരു ടോർച്ചറിങ്ങിലൂടെയൊക്കെ ഇങ്ങനെ കടത്തിക്കൊണ്ട് പോകും. എന്നാൽ പിരിയാനും കഴിയില്ല, പിണങ്ങും അങ്ങനെ. ട്രോമ ബോണ്ടായിരിക്കും ഇത് ശരിക്കും. കാണാതിരിക്കാൻ കഴിയില്ല, അത്രയ്ക്ക് ഇൻറ്റിമസി ആയിരിക്കും, ഭയങ്കര ട്രിഗറിങ് ആയിരിക്കും. പെയിനാണെങ്കിലും പറയുന്ന കാര്യങ്ങളാണെങ്കിലും പിന്നെ ഫിസിക്കലി ഡാമേജ് ചെയ്യുന്നത് അങ്ങനെ. പക്ഷേ ഈ ലൂപ്പ് പൊട്ടിച്ച് പുറത്തിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ ലവ് സ്റ്റേബിളാണല്ലോ, പക്ഷേ അവിടെ ട്രിഗറും കിട്ടുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലൂപ്പ് പൊട്ടിച്ചിറങ്ങാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കാർമിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ സ്ഥിരമല്ല. അത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ അത് പിരിഞ്ഞു പോവുക തന്നെ ചെയ്യും. ഇപ്പോൾ ചില വീടുകളിൽ കണ്ടിട്ടില്ലേ, അച്ഛനമ്മമാരെ ഉപേക്ഷിച്ച മക്കൾ ദൂരെ മാറി നിൽക്കുന്നവരൊന്നും ഇട്ടൊരു കണക്ഷനും കാണില്ല ചിലപ്പോൾ. അതിന് ഹസ്ബൻഡ് വൈഫ് റിലേഷനൊക്കെ ആണെങ്കിലും ഇടയ്ക്ക് ആ ഒരു ഡിവോഴ്സിലോട്ടൊക്കെ എത്തി അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ടൊക്കെ പോകുന്ന നമുക്ക് കാണാൻ പറ്റും. കാർമിക് റിലേഷനും അതുകൊണ്ട് ഒരിക്കലും സ്ഥിരമാണെന്ന് പറയാൻ പറ്റില്ല. അവർ വരും, നമുക്ക് ട്രിഗർ തരും, പെയിൻ തരും, നമ്മൾ ലെസൺ പഠിപ്പിക്കും, പോവും. അതിനുവേണ്ടി മാത്രം വരുന്നതാണ് ശരിക്കും ഈ കാർമിക് കണക്ഷൻസ്. പിന്നെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു ലൂപ്പാണ്. ഇനി നമ്മളിപ്പം റിലേഷൻഷിപ്പ് എടുത്തു കഴിഞ്ഞാലും ഈ ലൂപ്പിൽ നമുക്ക് എന്തോ പഠിക്കാനുണ്ട്. അത് നമ്മൾ പഠിച്ചാൽ മാത്രമേ ഈ ലൂപ്പ് കട്ടായി പോകുള്ളൂ. നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമുക്ക് വീണ്ടും ഈ ആളിൻ്റെ സോൾ തന്നെ വേറൊരു രൂപത്തിൽ നമുക്ക് വരും. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, ഒരാളെ കല്യാണം കഴിക്കും, അതെന്തെങ്കിലും പ്രശ്നമാവും, ഡിവോഴ്സാവും, പോവും. ഇനി പിന്നെ ഒരുത്തനെ കല്യാണം കഴിക്കുന്നതും സെയിം സംഭവം തന്നെയായിരിക്കും. ആ ലൂപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് എവിടെ നിന്നെങ്കിലൊക്കെ ഇങ്ങനെയുള്ള അടികൾ വന്നുകൊണ്ടിരിക്കും. നമുക്കതിൽ ഇതൊക്കെയെന്ന് പറഞ്ഞൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസാണ്. പാസ്റ്റ് ലൈഫിൽ നമ്മൾ ചെയ്ത് തീർക്കാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ലൈഫിൽ വന്ന് പെടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധനയിലൂടെയും മെഡിറ്റേഷനിലൂടെയൊക്കെ മാത്രമേ ഇതൊക്കെ നമുക്ക് സോൾവ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും. ലെസൺ പഠിപ്പിക്കാൻ ആൾ വരും, ലെസൺ നമ്മൾ പഠിക്കും. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ട്രിഗറും ട്രോമയൊക്കെ നമ്മളെ വിട്ട് പോകണം, നമ്മളെല്ലാം സറണ്ടർ ആവണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളിലൂടെ, ഇത്തരം സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിലൂടെ മാത്രമേ നമുക്കിത് മൊത്തത്തിൽ ഡിസോൾവ് ചെയ്ത് കളയാനായിട്ട് പറ്റുള്ളൂ.